ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാത്തർ പോപ്പുലി തെവോളീസ്, പരിശുദ്ധ അമ്മയെ പറ്റിയുള്ള ഒരു മാർപ്പാപ്പ അംഗീകരിച്ച ഒരു പ്രമാണരേഖയെ സംബന്ധിച്ച് വളരെയേറെ വിവാദങ്ങളും വളരെയേറെ ചിന്തകളും വളരെയേറെ മനപ്രയാസവും ഒട്ടേറെ ആളുകൾക്കുണ്ടായി. നമ്മൾ നവമാധ്യമങ്ങളിൽ ഒക്കെ അത് കാണുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പരിശുദ്ധ അമ്മയെ എതിർക്കുന്നവരുടെ ഒരു ആഘോഷത്തിമിർപ്പ് കണ്ടപ്പോൾ നമുക്കൊത്തിരി മനപ്രയാസം തോന്നി. ഇതെന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ കാര്യം മനസ്സിലാക്കിയാൽ നമുക്ക് ഒന്നും വിഷമിക്കാനോ സങ്കടപ്പെടാനോ ഉള്ള വകയില്ല. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനാ മാധ്യസ്ഥം, അത് ജപമാല പ്രാർത്ഥനയിൽ ഇത് അവസാനിക്കാൻ പോകുന്നത് എന്ത് പറ്റി ഈ മാർപ്പാപ്പായ്ക്ക് എന്നൊക്കെ ചോദിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. അത് പരിശുദ്ധ അമ്മയില്ലാത്ത, പരിശുദ്ധ അമ്മയെ എതിർക്കുന്ന, പരിശുദ്ധ കുർബാനയില്ലാത്ത, കൂദാശകളില്ലാത്തവരാണ് ഇത്രമാത്രം ആഘോഷിക്കുന്ന തിരിച്ചറിഞ്ഞുകൊള്ളണം. അപ്പോൾ സഭയ്ക്ക് പറ്റിയ തെറ്റ് സഭ തിരുത്തുന്നു എന്നുള്ള വ്യാഖ്യാനത്തിൽ സഭയ്ക്ക് എന്തോ തെറ്റുപറ്റി പോലെ പരിശുദ്ധ അമ്മയെ ദൈവമായി ആരാധിക്കുന്നുണ്ട് എന്നുള്ള വിധത്തിൽ, പരിശുദ്ധ അമ്മയെ ദൈവത്തേക്കാൾ ഉപരിയായ ഒരു സ്ഥാനം കൊടുക്കുന്ന വിധത്തിലൊക്കെ തെറ്റായ എത്ര വലിയ പ്രചരണമാണ് നടത്തി വന്നത്. പക്ഷേ നമ്മുടെ ആളുകൾക്കൊക്കെ ചെറിയൊരു സംശയം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തോ വലിയ തെറ്റ് സഭയ്ക്ക് പറ്റി, പരിശുദ്ധ അമ്മയെ ഉപേക്ഷിക്കാൻ പോകുന്നു, ഈ മാർപ്പാപ്പയ്ക്ക് എന്തോ തകരാറുണ്ട് എന്നൊക്കെ വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ധാരാളമായി വരുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ സത്യമെന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ 10-30 വർഷമായി ഇങ്ങനെ കെട്ടിക്കിടന്ന ചില പരാതികളിലെ തീർപ്പ് കൽപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ജപമാലയ്ക്കോ മരിയ ഭക്തിക്കോ പരിശുദ്ധ അമ്മയ്ക്ക് സഭയിൽ കൊടുക്കുന്ന ഉന്നതമായ വണക്കം, അത് ഹൈപ്പർ ധൂളിയായിക്കോ ഒന്നും യാതൊരു കുറവും വന്നിട്ടില്ല. യാതൊരു വിധത്തിലും പരിശുദ്ധ അമ്മയോടുള്ള മാതൃസഹായത്തിനോ അപേക്ഷയ്ക്കോ ജപമാലയ്ക്കോ ഒന്നും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു 3-4 ചെറിയ വീഡിയോകളിലൂടെ ഞാനത് ചെയ്യുന്നതാണ്. ഞാൻ പരിശുദ്ധ അമ്മയെപ്പറ്റി ഒരു 15ഓളം വീഡിയോ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, അത് ഞാൻ ഒരു ഒറ്റ കാര്യം പറഞ്ഞതിൽ പിന്നെ ഒരു പ്രൊട്ടസ്റ്റൻ്റുകാരും അല്ലെങ്കിൽ ഈ മറിയത്തെ എതിർക്കുന്നവർ പിന്നീട് എന്നെ എതിർത്തിട്ടില്ല. കാരണം മറിയത്തെ സത്യസന്ധമായി എതിർക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വിമർശന ബുദ്ധിയോടെ, 100% വിമർശന ബുദ്ധിയോടെ എതിർക്കുന്നതും തള്ളിപ്പറയുന്നതും അവഗണിക്കുന്നതും അവഗണന പാത്രമാക്കുന്നതും മറിയമില്ലാത്ത, മാതാവില്ലാത്ത, കുമ്പസാരമില്ലാത്ത, കുർബാനയില്ലാത്ത, കൂദാശകളില്ലാത്ത പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗങ്ങളാണ് എന്നോർക്കണം. ഇങ്ങനെ സെക്കുലർ മാധ്യമങ്ങളടക്കം സെക്കുലർ ടീം എന്തെല്ലാം വലിയ ആഘോഷമാണ് നടത്തിയത്. എന്നാൽ ജപമാല ചെല്ലുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ ആ വിധത്തിലുള്ള ഒരു കാര്യങ്ങൾക്കും സഭയൊരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുമില്ല എന്നുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ട് 80 ഖണ്ഡികകളിലായി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഇതിൻ്റെ തുടർന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അടുത്ത 1-2 വീഡിയോയിൽ ചെറുതായിട്ടൊക്കെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ജപമാല ഭക്തിക്കോ മരിയ ഭക്തിക്കോ സഭ യാതൊരു വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല. അത്തരത്തിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമ്മൾക്ക് ലഭിക്കുന്നതാണ് ദിവസങ്ങളിൽ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.